ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. കുറച്ച് നാളത്തെ ശേഷമാണ് ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. അതിൻ്റേതായ കുറച്ച് ഓക്കേഡ്നെസ് ഒക്കെ തോന്നുന്നുണ്ട്. സോ ഇഫ് ഐ മേക്ക് എനി മിസ്റ്റേക്സ് ബെയർ വിത്ത് മീ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഈസിയായി ചെയ്യാൻ കഴിയുന്ന 3 എസ്തെറ്റിക് ജേർണൽ സ്പ്രെഡ്സ് ആണ് കാണിക്കുന്നത്. മൂന്നും 3 സ്റ്റൈലാണ്. അതും അധികമായി ഫാൻസി സപ്ലൈസ് ഒന്നുമില്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് മാഗസീൻ സ്ക്രാപ്സ് വെച്ച് ചെയ്യുന്ന ഒരു ജേർണൽ സ്പ്രെഡാണ്. ഈ ജേർണൽ നമുക്ക് ന്യൂസ് പേപ്പറോ നോട്ടീസോ അല്ലെങ്കിൽ മാഗസീൻസോ ഒക്കെ കിട്ടുന്ന പിക്ചേഴ്സ്, ഫോൺസ് ഒക്കെ വെച്ച് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. നല്ലൊരു ജേർണൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എക്സ്പെൻസീവായ സ്റ്റിക്കേഴ്സോ പ്രിൻ്റ് ഔട്ട്സോ ഒക്കെ വേണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. എനിത്തിങ് ദാറ്റ് യു ഫൈൻഡ് അപ്പീലിംഗ് ഈസ് വാട്ട് മേക്സ് യുവർ ജേർണൽ യുവർ ഓൺ എസ്തെറ്റിക് ജേർണൽ. സോ സപ്ലൈസ് ഇല്ല, അത് വാങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജേർണലിംഗ് ചെയ്യാതെ ആരും ഇരിക്കേണ്ട കേട്ടോ. ഇന്നത്തെ ജേർണലിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ട്രാവൽ മാഗസീൻസിൻ്റെ പിക്ചേഴ്സാണ്. സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചേഴ്സ്, നല്ല പിക്ചേഴ്സോ അല്ലെങ്കിൽ പേപ്പർ സ്ക്രാപ്സൊക്കെ കാണുമ്പോൾ അത് എടുത്ത് വെക്കുക എന്നുള്ള കാര്യമാണ്. എന്നിട്ട് നമുക്ക് ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചറോ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്ത് അത് നമ്മൾ മുറിച്ചെടുക്കുക. ഇന്ന് ജേർണലിംഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗ്രീൻ തീമിൽ ഒരു ഹിൽ സ്റ്റേഷൻ ഇമേജസ് ഒക്കെ വെച്ച് ഒരു ജേർണൽ സ്പ്രെഡ് ചെയ്യണം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. സോ അതിന് പറ്റിയ കുറച്ച് പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ മാഗസീനിൽ നിന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിച്ച് കളർ നമുക്ക് നമ്മുടെ ലിമിറ്റ് ചെയ്യുക, നമ്മുടെ കളേഴ്സ് ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്ലൈസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും, നമ്മുടെ സ്പ്രെഡ്സ് കുറച്ചും കൂടി സിമ്പിളായിരിക്കും, ഓവർ ക്രൗഡഡ് ആവാതെ അല്ലെങ്കിൽ നമുക്ക് അപ്പീലിംഗ് ആയി ചെയ്യാം. ഇതല്ലാതെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. സോ എനിക്ക് വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഇതാണ്. കാരണം ഒരുപാട് സപ്ലൈസും സാധനങ്ങളും വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, അല്ലെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ അത് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ എന്നുള്ളൊരു തോട്ട് വരും. ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ചെയ്യാറ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെ പേസ്റ്റൽ കളർ ബ്രഷ് പെൻസ് ആണ്. ഈ പേസ്റ്റൽ കളർ ബ്രഷ് പെൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വാട്ടർ കളർ വെച്ച് 20 രൂപയുടെ സാധാ വാട്ടർ കളർ കുറച്ച് പേസ്റ്റൽ കളേഴ്സ് ആക്കി നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഏത് കളറാണോ വേണ്ടത് അതിൽ കുറച്ച് വൈറ്റും അതുപോലെ കുറച്ച് വാട്ടർ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ അതൊരു പേസ്റ്റൽ കളറായിട്ട് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ ഗിങ്കം പാറ്റേൺസ് വരച്ചെടുക്കാൻ പറ്റും. ഈ അടുത്തായിട്ടാണ് ഞാൻ ഈ ഡബിൾ കളേഴ്സ് വെച്ച് ഗിങ്കം പാറ്റേൺസ് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര 2 കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പേജസ് കുറച്ചും കൂടി പോപ്പപ്പ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്, ഭയങ്കര എസ്തെറ്റിക്കായി തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ടെക്നിക്ക് ഇതാണ്, ഈ ഡബിൾ കളർ ഗിങ്കം പാറ്റേൺസ് ആണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ട പിക്ചേഴ്സ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടി ഈ റോ എഡ്ജസ്, ബ്രോക്കൺ, സ്ക്രാപ്ഡ് എഡ്ജസ് ആണ് ഇഷ്ടം. അതുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ നമ്മൾ കീറിയെടുത്ത് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടിക്കുന്ന ഇമേജ് അല്ലെങ്കിൽ ഒരു പേപ്പർ പീസൊക്കെ പെട്ടെന്ന് ഈ പേജുമായിട്ട് ബ്ലെൻഡായി നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സീൻലെസ് ആയിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് എപ്പോഴും പ്രിഫർ ചെയ്യാറ്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയി തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയി തോന്നുന്നത് ആ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഈ ഓരോ പീസസ് നമ്മളിപ്പോൾ മുറിച്ചെടുത്ത പിക്ചർ പീസസ് അല്ലെങ്കിൽ സ്ക്രാപ്സ് പേജിൻ്റെ എവിടെയാണ് പോവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കംഫർട്ടബിൾ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത് നമുക്ക് ഒരു ഗമ്മ് വെച്ച് അത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ചും കൂടിയും ശരിക്കും ഒരു സ്ക്രാപ്പ് ബുക്ക് സ്റ്റൈലൊക്കെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സെലോ ടേപ്സോ അല്ലെങ്കിൽ വാഷി ടേപ്സോ ഹോം മെയ്ഡ് വാഷി ടേപ്സോ ഒക്കെ നമുക്ക് ഉപയോഗിച്ച് ഇത് ഒട്ടിക്കാം. ഈവൻ ഒരു സാധാ ന്യൂസ് പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ യൂസ് ചെയ്ത ഒരു മാഗസീൻ്റെ പോലും ഒരു സ്ലെൻഡറായിട്ട് ഒരു നീളത്തിലൊരു പീസ് കട്ട് ചെയ്ത് അത് ടേപ്പ് പോലെ ഒട്ടിച്ചു കൊടുത്താൽ പോലും നല്ല ഭംഗിയുണ്ടാവും. പിന്നീട് ഈ ഒരു പേജിനെ സ്പെഷ്യൽ ആക്കുന്ന എനിക്ക് എപ്പോഴും തോന്നാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഹെഡിങ് തന്നെ ആവണമെന്നില്ല, ഒരു വേർഡ് ആവാം അല്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ ആ പേജ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഞാനിവിടെ മെമ്മറീസ് ഓഫ് ദ ഹിൽ സ്റ്റേഷൻ എന്നാണ് എഴുതുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഹിൽ സ്റ്റേഷൻ റിലേറ്റഡ് സംതിങ് ഒരു ജേർണൽ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഫോണ്ട് എഴുതിയപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു ഗ്യാപ്പിൽ ഞാൻ ചെറുതായിട്ടൊരു ഹില്ലിൻ്റെ ഡൂഡിലും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട്
ഞാൻ എൻ്റെ ഫൗണ്ടൻ പെൻ വെച്ച് വാട്ട് ഇറ്റ് മീൻസ് ഹിൽ സ്റ്റേഷൻസ് എനിക്ക് എന്താണ് എന്നുള്ള ഒരു ചെറിയ നോട്ട് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. പേഴ്സണലായിട്ട് ജേർണൽസിൽ എൻ്റേതായിട്ടുള്ള തോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് അത് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ജേർണലായി മാറുന്നത്. സോ ഞാൻ എപ്പോഴും എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും ഒക്കെ എൻ്റെ ജേർണൽ സ്പ്രെഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു ജേർണൽ സ്പ്രെഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാറ്റേൺ പേപ്പേഴ്സ് വെച്ചുകൊണ്ടുള്ള ഒരു ജേർണലാണ്. ഈ കാണുന്ന എല്ലാ പാറ്റേൺ പേപ്പേഴ്സും ഞാൻ ഹാൻഡ് ഡ്രോൺ ആയിട്ട് ചെയ്തതാണ്. A4 ഷീറ്റിൽ വരച്ചെടുത്ത സാധനങ്ങളാണ്. ഒരു സമ്മർ തീം സ്പ്രെഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെമൺ ബാക്ക്ഗ്രൗണ്ടുള്ള പാറ്റേൺ പേപ്പേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. ഈ A4 ഷീറ്റ് ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ A5 ജേർണലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് ആ പേജിൽ ഫിറ്റ് ആവും. സോ നമുക്ക് അധികം ഭാഗങ്ങളൊന്നും കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. സോ പൊതുവേ ഞാൻ A4 ഷീറ്റിൽ പാറ്റേൺ പേപ്പേഴ്സ് വരയ്ക്കാനാണ് പ്രിഫർ ചെയ്യാറ്. പാറ്റേൺ പേപ്പേഴ്സ് ഹോം മെയ്ഡായിട്ട് വരയ്ക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് പാറ്റേൺ പേപ്പേഴ്സ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. A4 സൈസിലുള്ളതും നമുക്ക് കിട്ടാറില്ല. A5 സൈസിൽ പോലുള്ളത് പോലും നമുക്ക് കിട്ടാറില്ല. വളരെ ചെറുതായി ഒരു A6 സൈസൊക്കെയാണ് കിട്ടാറുള്ളത്. സോ നമുക്കൊരു കംപ്ലീറ്റ് പേജ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര ലിമിറ്റിംഗ് ആയി തോന്നാറുണ്ട്. പിന്നത്തെ ഒരു കാര്യം, ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇഫ് യു ഹാവ് ദാറ്റ് ഓപ്ഷൻ ഗോ ഫോർ ഇറ്റ്. എനിക്ക് തോന്നിയിട്ടുള്ളത് A4 ഷീറ്റ്, ഒരു A4 ഷീറ്റിന് 20 റുപ്പീസാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ പാറ്റേൺ പേപ്പർ. സോ അത് അത്ര അങ്ങോട്ട് ഫീസിബിളായിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ഹോം മെയ്ഡ് പാറ്റേൺ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ എനിക്കിഷ്ടമുള്ള പാറ്റേൺസ് എത്ര ഇംപെർഫെക്റ്റ് ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും എനിക്കത് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട്. ഈ സെൻറ്റാങ്കിളൊക്കെ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ബോറടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഒരു A4 ഷീറ്റ് എടുത്ത് ഡിഫറെൻറ്റ് പാറ്റേൺസ് വരച്ച് വെക്കാവുന്നതാണ്. സോ നമുക്ക് ആ സ്പ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പുതുതായിട്ടൊരു പാറ്റേൺ പേപ്പർ വരച്ചെടുത്ത് സമയം കുറച്ച് കൂടുതലാവുന്നതിന് മുമ്പ് ഇത് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു സ്പ്രെഡിൽ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പാറ്റേണിനെ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യണം, ഈ പേജിനൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഗ്രിഡ് പേപ്പറിൻ്റെ ചെറിയൊരു പീസ് ഞാൻ ക്രിങ്കിൾ കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടർ പേപ്പറാണ്. ഈ ബട്ടർ പേപ്പറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളത് പേജിൽ ഒട്ടിച്ച് കഴിഞ്ഞാലും ഒരുപാട് അങ്ങോട്ട് ഒരു ബ്ലോക്ക് വരാതെ അത് പേജിൽ ബ്ലെൻഡായി നിൽക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടിയും എടുത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് അത് ആ പേജിൽ ബ്ലെൻഡായി നിൽക്കും നമ്മുടെ ഫോണ്ട്. അതുകൊണ്ട് എനിക്കിതുപോലെ ജേർണൽ സ്പ്രെഡ്സിൽ ബട്ടർ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബട്ടർ പേപ്പറിൽ നമുക്ക് സ്കെച്ച് പെന്ന് വെച്ചിട്ടും അതുപോലെ തന്നെ ബ്രഷ് പെൻസ് വെച്ചിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതാൻ പറ്റും. കാരണം അത് സ്പ്രെഡ് ആവില്ല, നല്ല വൃത്തിയിൽ അത് എഴുതിയെടുക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ സ്പ്രെഡിൽ പറഞ്ഞ പോലെ ഇവിടെ ഈ ബട്ടർ പേപ്പർ വെച്ച് എഴുതിയുള്ള സമ്മർ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിന് അത് ഒട്ടിച്ച പോലൊരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ക്വയർ ഗ്രിഡ് പേപ്പറിൻ്റെ തന്നെ 2 പീസസ് എടുത്തിട്ടാണ് ടേപ്പ് പോലെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇഫ് യു ഹാവ് വാഷി ടേപ്സ് അത് യൂസ് ചെയ്യാം. എനിക്ക് വാഷി ടേപ്സ് ഉണ്ട്, പക്ഷേ ഈ പേജിൽ ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അവിടെ എഴുതാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചിട്ടുള്ള പേപ്പറിൽ ഒരു ബോർഡർ പോലെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ സിമ്പിളായിട്ട് ഇൻറ്ററപ്റ്റഡ് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ എഴുതുന്ന പോർഷൻ അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന പേപ്പർ കുറച്ചും കൂടി പോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് ഡ്രോൺ ബോർഡർ വരച്ചു കൊടുക്കുക എന്നുള്ളത്. ഇതിൽ ഞാൻ സമ്മർ ചെക്ക് ലിസ്റ്റ്, ഈ സമ്മറിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ദ സമ്മർ ചെക്ക് ലിസ്റ്റ്, പാറ്റേൺ പേപ്പർ, ജേർണൽ സ്പ്രെഡ്. ഹോപ്പ് യു ലൈക്ക് ദിസ് ജേർണൽ സ്പ്രെഡ്. നിങ്ങൾ പാറ്റേൺ പേപ്പേഴ്സൊക്കെ മുന്നേ കൂട്ടി വരച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ സ്പ്രെഡ്സൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കവായ് തീം ജേർണൽ സ്പ്രെഡാണ്. ഇപ്പോൾ കവായ് തീം ആണല്ലോ എല്ലാവരും ചെയ്യുക. ബട്ട് ബേസിക്കലി ഇത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മളുടെ ഇഷ്ടമുള്ള കളേഴ്സ് വെച്ച് നമ്മളുടെ കുറച്ച് കേർവ്ഡ് ആയിട്ട് റൗണ്ടഡ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്തിരുന്ന ജേർണൽ സ്പ്രെഡ്സോ അല്ലെങ്കിൽ പിക്ചേഴ്സൊക്കെയാണ് ഈ കവായ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇന്ന് കവായ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു സ്പ്രെഡാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ വെച്ചിട്ട് റഫായിട്ടൊരു ബോർഡർ നമ്മളുടെ ജേർണൽ
പേജിന് ചുറ്റും വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ 2 പേജിലും സ്പ്രെഡായി കിടക്കുന്ന പോലെയാണ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഒരു പേജിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നീഡബിൾ ഇറേസറാണ്. നീഡബിൾ ഇറേസറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സാധാ ഇറേസർ വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പേപ്പർ ഒന്ന് മാർക്ക് വരാനും അത് പേപ്പറിൽ ചിലപ്പോൾ ഒരു സ്ക്രാച്ചസ് വരാനും സാധ്യതയുണ്ട്. നീഡബിൾ ഇറേസർ ആകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഫെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ പെൻസിൽ വെച്ച് നിങ്ങൾക്ക് ലൈറ്റായിട്ട് വരച്ചു കൊടുത്താലും മതി. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേബർ കാസ്റ്റലിൻ്റെ പേസ്റ്റൽ ഹൈലൈറ്റേഴ്സാണ്. ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം ഈ ബോർഡർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാ പോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേണൊക്കെ ഒരുവിധം എല്ലാവരും പല ചാനലുകളിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. വർഷങ്ങളായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണിത്. ഇതേ സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് പേജസിനോ ഫ്രണ്ട് പേജസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയ എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ബോർഡറാണിത്. ഇനിയിപ്പോൾ ഇതുപോലത്തെ പേസ്റ്റൽ ഹൈലൈറ്റേഴ്സോ ബ്രഷ് പെൻസോ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്ക് വാട്ടർ കളർ വെച്ചിട്ട് സുഖമായിട്ട് ഇതുപോലത്തെ ലൈൻസ് വരച്ചെടുക്കാൻ പറ്റും. സോ പേസ്റ്റൽ കളർ ബ്രഷ് പെൻസ് ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വാട്ടർ കളേഴ്സ് വെച്ച് 20 രൂപയുടെ വാട്ടർ കളർ മുതൽ നമുക്ക് അവൈലബിൾ ആണല്ലോ, അതൊക്കെ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഞാനൊരു ആക്രിലിക് മാർക്കർ വെച്ച് ഈ പേജിന് ഒന്നും കൂടി ഒന്ന് പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫീച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബോയൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ഗോ ടു മൂവാണ്. അതായത് സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റിയ ഒരു ഡൂഡിൽ സംഭവമാണ്. ഈ ബോ വരയ്ക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ആക്രിലിക് മാർക്കറാണ്. നിങ്ങൾക്ക് ആക്രിലിക് മാർക്കൊന്നും വേണ്ട, സ്കെച്ച് പെൻ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് വാട്ടർ കളർ കൊണ്ടോ ഇതുപോലെ വരച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു ബ്ലാക്ക് ലൈനർ വെച്ച് ഈ റിബൺ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു വൈറ്റ് മാർക്കർ വെച്ചിട്ട് കുറച്ച് ഹൈലൈറ്റ്സും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ഫൈനൽ ഡീറ്റെയിൽ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബോക്സയുടെ വൈറ്റ് പെയിൻറ്റ് മാർക്കറാണ്. ഈ ഒരു സ്പ്രെഡിൽ മാത്രമാണ് ഞാൻ വാങ്ങിയ സ്റ്റിക്കേഴ്സ് ഉപയോഗിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാലോ, മീഷോയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള 20 ഷീറ്റ്സ് വരുന്ന കവായി സ്റ്റിക്കർ പാക്കാണ്. എൻ്റെ കയ്യിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് ആക്ച്വലി. ഇത് കാരണം ഒരു തവണ വാങ്ങിയപ്പോൾ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് ഓരോ പാക്കും ഓരോ എസ്തെറ്റിക്സ് ആണ് അല്ലെങ്കിൽ ഓരോ തീമാണ്. അങ്ങനെ ഇത് തോന്നിയിട്ട് ചെറിയൊരു ക്രേസ് വന്നിട്ട് ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്തിരുന്നു. അതിനുശേഷം പല സ്ഥലത്ത് പോകുമ്പോഴും അതുപോലെ തന്നെ ഡൈക്കട്ട് സ്മാർട്ടിലൊക്കെ പോയപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസ് കണ്ടപ്പോൾ അവിടെ നിന്ന് ഞാൻ 2-3 പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കവായി സ്റ്റിക്കേഴ്സാണ്. ഇത് ഭയങ്കര നല്ലൊരു സ്റ്റിക്കർ ഷീറ്റാണ് കേട്ടോ. അതിൽ ഒരു പാക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ കാലം ജേർണൽ ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഈ സ്റ്റിക്കേഴ്സ് തപ്പുന്നത് ബ്ലൂ കളറാണല്ലോ നമ്മളുടെ തീം. അപ്പോൾ ബ്ലൂ കളേഴ്സ് വരുന്ന സ്റ്റിക്കേഴ്സ് തപ്പിയെടുക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ എനിക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന സ്റ്റിക്കേഴ്സ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ബോർഡേഴ്സിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കവായി തീം എന്താണ് കവായി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ട് ഡസ് കവായി മീൻ ഫോർ മീ എന്നുള്ള ഒരു സംഭവം എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. സോ എനിക്ക് കുറച്ച് സ്പേസ് വേണ്ടതുകൊണ്ട് ഞാൻ ബോർഡേഴ്സിലൊക്കെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ബ്ലൂ തീമായിട്ടുള്ള എന്നാൽ ഈ പേജിൻ്റെ കുറേ കളേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സും ഒക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. കവായി സ്റ്റിക്കേഴ്സ് ഇല്ലാത്ത ആൾക്കാർ ഒട്ടും പേടിക്കേണ്ട. പിൻട്രസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈവൻ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കവായി ഇമേജസ് നമുക്ക് കിട്ടും. അത് ചുമ്മാ ഒന്ന് വരച്ചെടുത്തിട്ട് പേപ്പർ കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അത് സ്റ്റിക്കേഴ്സ് ആക്കണമെന്നോ അല്ലെങ്കിൽ സെലോ ടേപ്പ് വെച്ച് സ്റ്റിക്കേഴ്സ് പോലെ ആക്കണമെന്നോ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈവൻ പേജസിൽ ഡയറക്റ്റായിട്ടും വരച്ച് നിങ്ങൾക്ക് കളർ ചെയ്യാം. പിന്നെ കവായി നമ്മൾ വരയ്ക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്രൈറ്റ്
ഭയങ്കര പോപ്പ് ചെയ്യുന്ന പോലത്തെ കളേഴ്സ് യൂസ് ചെയ്യാതെ കൂടുതലും പേസ്റ്റഡ് കളേഴ്സ് ഉപയോഗിക്കുക, ഷാർപ്പ് എഡ്ജസ് ഉപയോഗിക്കാതെ റൗണ്ടഡ് ആയിട്ടുള്ള ഷേപ്സ് ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് ശരിക്കും കവായിയുടെ ഒരു എസെൻഷ്യൽ പാർട്ട് എന്ന് പറയുന്നത്. ഇതിനുശേഷം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പേർപ്പിൾ ജെൽ പെന്നാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേജ് മൊത്തം ബ്ലൂ ഷെയ്ഡ്സ് ആയതുകൊണ്ട് സ്റ്റിക്കേഴ്സിൽ കുറച്ച് പേർപ്പിൾ ഷെയ്ഡ്സ് അവിടെ ഇവിടെയും വരുന്നുണ്ട്. സോ ആ പേർപ്പിൾ വെച്ചിട്ട് ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു. ഈ എഴുതുന്ന കവായി എന്ന് എഴുതിയിട്ടുള്ള ഫോണ്ട് വളരെ ഭംഗിയുള്ള ഒരു ഫോണ്ടാണ്. ജസ്റ്റ് ബബിൾ പോലെ നമ്മൾക്ക് വരച്ചു കൊടുത്ത് അതിനുള്ളിൽ ബ്രഷ് പെൻസോ അല്ലെങ്കിൽ പേസ്റ്റൽ കളേഴ്സോ വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോണ്ടായിട്ട് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫോണ്ടാണ്. ഇവിടെ ഞാൻ എന്താണ് കവായി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ എഴുതി കൊടുക്കുന്നുണ്ട്. കവായി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എസ്തെറ്റിക്സ് എന്താണെന്ന് ഞാനൊരു സ്കൈ ബ്ലൂ പെന്നുകൊണ്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ദെൻ നോട്ട് ടു സെൽഫ് എന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ജേർണൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ എനിക്കത് ഹൗ ഡസ് ഇറ്റ് മാറ്റർ ടു മീ അല്ലെങ്കിൽ വൈ ഡസ് ഇറ്റ് മാറ്റർ ടു മീ എന്ന് പറയുന്ന ഒരു സംഭവം ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സോ വാട്ട് ഡസ് കവായി മീൻ ഫോർ മീ എന്നുള്ളത് ഒരു നോട്ട് ടു സെൽഫായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഈസ് അവർ കവായി ജേർണൽ സ്പ്രെഡ്. So I hope you like this Kawaii journal spread. ഇനി നമുക്ക് നമ്മൾ ചെയ്ത 3 ജേർണൽ സ്പ്രെഡ്സ് ഒന്ന് കാണാം. ജേർണലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സപ്ലൈസ് കൊണ്ടോ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കൊണ്ടോ മാത്രം യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒന്നാണ് എന്നല്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് വേണ്ട. ജേർണലിംഗ് ഷുഡ് ബി വെരി പേഴ്സണൽ ടു അസ്. നമുക്ക് എന്താണ് ജേർണലിംഗ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പർപ്പസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾക്ക് ചെയ്യുന്നത്. ബേസിക്കലി ജേർണലിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സെൽഫ് റിഫ്ലക്ഷനും അതുപോലെ തന്നെ നമ്മളുടെ ഡേ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ള പർപ്പസുമാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ ഡെയിലി ജേർണലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സീ യു അഗെയിൻ വിത്ത് അനദർ വീഡിയോ. ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.